ബാ ഇതന്നെ എന്റെ പോലെ ഗ്യാസ് കയറിയാ ഉപ്പാ തമ്പുരാനെ എന്റെ മോനല്ലേ ഇതോ നോക്ക് നിന്റെ മോനെ റഹ്മാനായ റബ്ബ്. ഞാൻ പള്ളിയിലത്തെ സെക്രട്ടറിയാ. എങ്ങനെ ഞാൻ പള്ളിക്ക് പോകും? ആൾക്കാരെ നോക്കൂ. നിന്നാട്ടി മൂത്തോളെയും കെട്ടിക്കൊണ്ട് നീ എന്ത് ധൈര്യത്തിൽ വന്നേ? എടാ ഓരോ പോളോ നിനക്കോ ബുദ്ധിയില്ലേ? നീ എന്ത് ധൈര്യത്തിൽ അനക്കത്തെ വന്നേ? ഇനി ഞാൻ എങ്ങനെ ആൾക്കാരെ നോക്കും? ഹലോ ഹലോ ഇച്ചാ കണ്ടാ കണ്ടാ കണ്ടാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണും കൈ കാട്ടിച്ച് ഒരാണോട് മുണ്ടല്ല. നിന്നെ പറക്കേറ്റ് നേരിച്ചണ്ട, നീ നേരിച്ചണ്ട. അനക്ക് സമൂസ കച്ചവടം. നിങ്ങൾ ഈ മോൻ 2 സമൂസ തിന്നീന്. ഓന്റെ ഇപ്പൊ പൈസ ഇല്ലല്ല. ഉപ്പായൊന്ന് മേങ്ങി തരാൻ ചെല്ലിട്ട് കൊണ്ടുപോന്നെ തോന്നെ. നല്ല ഫാമിലി എന്നെ. ഞാൻ എനിക്ക് പരുക്ക് പോന്നല്ലേ, ബേജാറാന്നോ? ബേജാറാണ്ടിരിക്കണ നിന്റെ മുത്തല്ലേ? സാരില്ല, ഞാൻ ഒരാഴ്ച പേരുവല്ലേ. ആ ഒരാഴ്ച തള്ളി നീക്കണ്ടേ? ആയി പോട്ട്, ബേജാറാക്കണ്ട. സാരില്ല, പോയിട്ട് വാ. ബായിക്കാ ആറ് പഞ്ചറ് കണ്ട കാറിനെ കൊണ്ടുപോവാൻ മനസ്സിലായി. ഞാൻ വരുന്നു, ബേജാറാക്കണ്ട. നീ ആര്? നീ ആര്? ഞാൻ ഭർത്താവ്, നീ ഭാര്യ. നീ പറയുന്നത് എല്ലാം കേട്ട് ഞാൻ കേട്ട് വയ്ക്കുന്നത് വിടാ. നിന്നോടുള്ള പരിഗണന ഉണ്ടാ. എന്നിട്ടും ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. ഫോൺ എത്ര നേരം നിങ്ങൾക്ക് ഫോൺ ആക്കുന്ന? ഫോൺ എടുക്കാണ്ട് ഫോൺ അടിച്ചില്ലെങ്കിൽ സാരില്ല. പാപ്പ പരുക്ക് വന്ന ഫർസാന, ആ ഫുഡ് കൊടുത്ത ഉസ്താദിന്. ഫർസാന എന്നെ മറന്നോ, നെഞ്ചകം വിട്ട് പറന്നോ. ഇറങ്ങിപ്പോവാന്ന് വിചാരിച്ചെങ്കിൽ പൂരിയായിപ്പോയല്ലോ റബ്ബ. മാരനോടൊത്ത് കഴിഞ്ഞോ. ഞാൻ നിങ്ങളെ വിട്ടു പോവാലോ. അഥവാ പോയെങ്കിലും എന്നെ കെട്ടിയോനെ ഞാൻ എന്റെ മേത്ത് തൊടിക്കാലോ. നോയിക്കോ. പിരിഞ്ഞു ഇല്ലമാ. ഇത് ദിവ്യ അർബായിട്ടുണ്ടാവല്ലേ റാത്ത്. അല്ലോ ഉസ്താ, തിന്നതല്ലേ? നിങ്ങളെ മെരിയോ കൊടുക്കേ, നല്ലോണം പൈക്കുന്നുണ്ടാവും. ഞാനവിടെ മൂലക്ക് ഇരുന്നൊരു പാട്ട് പാടിയിട്ടിരുന്ന ബേജാറായിനി. പൂരി കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഫർസാന എന്നെ മറന്നോ, നെഞ്ചകം വിട്ട് പറന്നോ. മറ്റൊരു മണിയാറ തന്നെ. ദാസോ, ബൈക്കിന്റെ ചാവിയുണ്ട്. അത് ബൈക്കിലുണ്ടടാ. ഒരു 500 രൂപ തരോ? ഏതനി? ചെറുപ്പ് പൊട്ടിട്ടുണ്ട്. വണ്ടിന്റെ ഡിക്കലുണ്ട്, എടുത്തോ. ബൈ. എന്നിച്ച ഭാവിക്ക് ഇത്ര പൈസ കൊടുക്കുന്ന? മാസത്തിൽ എത്ര ചെരുപ്പ് എടുക്കുന്ന? വേറെ ഓള് പണിക്കല്ല പോകുന്നതല്ലേ പാപ്പ, അതിലീല നടന്നുകൊണ്ട് പോകുന്നില്ലേ? ചെറുപ്പത്തായി അതിനെടുത്തിട്ട് കൊടുക്കുന്നത് നമ്മളെ കടമയല്ലേ? അങ്ങനെ തയ്യുന്ന ആര് പറഞ്ഞ? ഇങ്ങ പേര് ഞാൻ കാണിച്ചു തരുന്നു എങ്ങനെ ചെരുപ്പ് തയ്യുന്നതെന്ന്. നോക്കി ഉമ്മ ഒരു 500 രൂപ ഉണ്ടാ? പൈസ ഇല്ലറാ. ഒരു ആവശ്യമുണ്ട്. 500 രൂപ അല്ലേ? നിനക്കെന്ത് പിരാന്ത്? എന്റെ കൊടുന്ന പൈസ ഉമ്മ ഒരു 500 രൂപ അല്ലേ തരാൻ കയറി എനിക്ക്? നീ എന്ത് പിരാന്ത് കളിക്കണ്ടവർക്ക് പോയല്ല. അപ്പൊ നിങ്ങളിൽ 500 രൂപ ഇല്ല അല്ലെ? ഇല്ല. എന്റെ ടെൻഷൻ തീർന്നു. നേരത്തെ കപ്പാട്ടുന്ന ഒരു 500 രൂപ കിട്ടീനി. ഞാൻ വിചാരിച്ച നിങ്ങൾ തീർന്നു. നിങ്ങളുടെ അല്ല. താങ്ക്സ്, അതെന്റെ തന്നെ ആയിട്ടുണ്ടാവും. ഇതാ നിന്റെ ഡബിള്. നീ സിംഗിൾ അല്ലേ? ഈ ചോദ്യം എന്നോട് ജീവിതത്തിൽ ആദ്യമായിട്ട് ചോദിച്ചത് നിങ്ങളാണ്. ഇത്ത യെസ്, ഐ ആം സിംഗിൾ. 30 വയസ്സ് കഴിഞ്ഞു. ഞാൻ നോക്കാത്ത സ്ഥലമില്ല പെണ്ണ്, ഞാൻ പോവാത്ത സ്ഥലമില്ല പെണ്ണിന് വേണ്ടി. ഇല്ല, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് ഈ സിംഗിളിന് വേണ്ടി. നല്ല തലവേദന, ഞാൻ കിടക്കട്ടെ. ഞാൻ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാള്. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിലും ഞാനായിട്ടുണ്ടാവും ഇടാടാൻ പോക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി 10 മണിയാവും 12 മണിയാവും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വന്നില്ല എന്നും വരും. അതിലൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അല്ല എന്റെ മാത്രം പേഴ്സണല്. ഓക്കെ, നീ എടുക്ക പോയിട്ടുണ്ടായാ? നിനക്ക് ഞാൻ പറഞ്ഞറിഞ്ഞില്ലേ? ഞാൻ ഇടല്ലേ ഉള്ളത് ഒറ്റക്ക്. ഓക്കെ, ഞാൻ നീ നിന്റെ ഇഷ്ടത്തിൽ നടന്നെങ്കിൽ എങ്ങനാ?
ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. എടാ മെല്ലെ അടക്കണ കാറ്, എന്നിട്ട് ഇത് ഡോർ അടക്കുന്ന അങ്ങനെ? മോളെ ഈ കാറിന്റെ ഡോറിലില്ലേ മെല്ലെ അടക്കണോ? എന്തെങ്കിലും ആയിട്ടെങ്കിലും മേഘ നമ്മളെ കൊണ്ടാവല. ഈ കാറിന്റെ ഡോറില്ലേ മെല്ലെ അടക്കണം, എന്തെങ്കിലും ആയിട്ടെങ്കിലും നമ്മൾ എന്താക്കും? എന്നെങ്കിലും നീ ആ കാറിന്റെ ഡോർ കുറച്ച് മെല്ലെ അടക്കാൻ. ഓള് വരുന്നുണ്ട്, ഞാൻ അവളോട് ചോദിക്കാൻ പോവാം. എന്ത് സംഭവിച്ചാലും നീ കൂടെ എന്നാണോ? എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങളെ മംഗലിക്കാനല്ല, എനിക്ക് 2 വീടാക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫർദയില്ലേ, അതിന്റെ വൈഫിനെ നല്ലോണം ഇഷ്ടപ്പെടുന്നു, അതിനോട് കേട്ട എന്നിട്ട് കാണിക്കുന്ന എന്നിട്ട് താഴ്ചമുക്കിലെ കൊടുക്കും. ഞാൻ ചെക്കന് ചെറിയ പിരാന്തുണ്ട്, മാറ്റിട്ട് മോളെ തരത്തല്ലേ? എന്റെ ഉപ്പ എന്താണ് ഇങ്ങനെ? ഞാനൊരു മെരുമോനല്ലേ, എന്നോടൊരു സുഖാന്നൊന്നും ചോദിച്ചൂടെ? നിക്ക്, ഞാൻ ഉപ്പാടെ കേക്കുന്ന. ഉപ്പാ, നിങ്ങളെ ഫസ്റ്റത്തെ വരുമാനല്ലേ, നിങ്ങൾ സുഖാന്ന് ചോദിച്ചൂടെ? അത് പിന്നെ നിന്നല്ലേ കടിച്ചിലെടുത്തിനെ, എനിക്കറിയുന്നല്ലേ ഓനക്ക് സുഖം ഉണ്ടാവല. അതെയാ, ആ കൊടുക്കാം. എന്റെ ഹസ്ബൻഡ് വന്ന് ഞാൻ വിളിക്കാവാ. ദാസ്, എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി. നമ്മളെ മോന് ഭയങ്കര ക്യൂട്ടല്ലോ. അനക്ക് എന്ത് സന്തോഷാന്നറിയോ? ഓൾക്കും വേണമല്ലോ ഇങ്ങനത്തെ തന്നെ ഒരു കിടാവും. അതിനെന്താ, ഓള് ഫ്രീ ഉള്ളപ്പോ പറയും, ഞാൻ പോവാം. खत्म, बाय बाय, टाटा, गुड बाय, गया. കുനിക്ക്, ഈ പിള്ളേരെ നോക്കി നോക്കി നോക്കിട്ട് എനിക്ക് വിടിഞ്ഞി. എന്നെ അത് തേടണ്ടാന്ന് ഞാൻ കത്തി ഉതിരി വെക്കും, എന്നിട്ട് ഞാൻ നാട് വിടും. അതല്ലടാ, നീ ഒന്നത് ഭയങ്കര ആരും തേടാനൊന്നും വരുന്നില്ല. என்னை வச்சு ஒன்னும் காமெடி கிமெடி பண்ணலையே. நம்ம யார் வம்புக்கும் போறது இல்ல, யார் தும்புக்கும் போறது இல்ல. കുദാസു, എന്റെ ഒരു ഗസ്റ്റ് വന്നിനെ ബസ് സ്റ്റാൻഡിലുണ്ട്, കൊണ്ടുവരോ? നീ ഒന്ന് പോയരിസു, ഞാൻ തന്നെ ഇവിടെ കാറ്റില്ലെന്ന് പറഞ്ഞ് ഭ്രാന്ത് എടുത്തിട്ടുണ്ട്. ഷേ, അവളോട് ഞാൻ എന്ത് പറയൂ ഇനി? അവളാ? ആ, എന്റെ ഫ്രണ്ട് ഇല്ല ഐഷ, അവള്. കുദാസു, ഒരു 400 ഉറുപ്പ തരോ? നിനക്ക് 400? ആ, വൈകുന്നേരം ഒരു കൊറിയർ വരും, അത് മേടിക്കാന്. ആ, അത് വൈകുന്നേരം അല്ലേ, നോക്കാം. പിന്നെ ഈ കൈയൊരു വേദന പോലെ ഒന്ന് തടയി തരോ? ആ, ശരി. എന്തായി, വൈകുന്നേരല്ലേ വരുന്നേ? പിന്നെ ഈ ഷൂ ഒന്ന് കഴിക്കോ? ആ, താ. കൊറിയർ വന്നാ ഇല്ലല്ലേ? പിന്നെ ഈ തലയൊന്ന് മസാജ് ചെയ്ത് തരാൻ പറ്റുമോ? തല എന്ത് ചെയ്യണം? അല്ല, പറയ്, തല. യു ഹാവ് എ ടെക്സ്റ്റ് മെസ്സേജ്. ബൈ. ഇപ്പൊ കള്ളിയും കാട്ട് നീല് ചോര കുടിച്ചാന്. ബൈ. ശരിയിലൊക്കെ ഇനിയിപ്പോ കൊണ്ടുവരി തിന്നു അങ്ങനെ പാവങ്ങള്. ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്തിട്ട് പോവും, കറിയും വെക്കും, വരല് കൊണ്ടുപോയിട്ട് ഇതിനെ പോറ്റ. ഈ കോഴിക്ക് മൊത്തത്തിൽ എത്രയാവും? ഇതിലൊക്കെ ഒരു മൊത്തത്തില് 24,000 വരും. ഒരു 1.5 കിലോ കോഴി നല്ല ഇറച്ചിയുള്ള നോക്കിയിട്ട് എടുത്തോളെ. അതെ, പിന്നെ കർപ്പീസ് നിനക്ക് വേണ്ടിട്ട് മേടിച്ചേ. അയ്യോ പൊന്നാ, നിനക്ക് ഇവിടുന്ന് പൈസ പൊന്നെടുക്കാന്? പൊന്നല്ല, കവറിങ്. പിന്നെ എനിക്ക് കണ്ടതൊന്നും ഇഷ്ടപ്പെട്ട് നീട്ടങ്ങ് നല്ലാവെന്ന് വിചാരിച്ചു. പൊന്നെന്ന് വിചാരിച്ചേടാ. നോക്കട്ടല്ലോ. പൊന്ന എങ്ങന്റെ കവറിങ് എങ്ങന്റെ? എന്റെ ഹസ്ബൻഡ് പിരിച്ചത്തിരി കൊണ്ടുവന്നതല്ലേ. എന്തു ദാസു, നീ കൊറേ നേരമായില്ല ആലോചിക്കുന്നു. ഇല്ലടേ, ചെറുപ്പത്തിൽ 5 പൈസ ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര മനസ്സമാധാനം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്തായി? ഇപ്പോ
പൈസയും ഇല്ല, മനസ്സമാധാനവും ഇല്ല. എങ്ങോട്ടാ? ഞാൻ ഒന്ന് ടൗൺ വരെ പോവാ. ടൗണിലെന്തിനാ ഈ സമയത്ത്? ഇല്ല, എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. നീ ഒരു കബറിലും പോകുന്നില്ല. നീ ആ തായറാന്റെ മോളായിട്ടുള്ള സെറ്റപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിയും കൊണ്ട് പാർപ്പിക്കാൻ പറ്റിയ വീടല്ല എന്റേത്. അതിന് നീ വേറെ സ്ഥലം നോക്കണം. അത്തോടാ ഉപ്പ, ഞാൻ കഥ പറയണ്ട. അത്തോടാ നോക്കിക്കണ്ട, നടക്കൂല. പോ. മോനെ ഇതിപ്പോ നീ ഗൾഫിലൊന്ന് പോണം. എന്തിനാ? ഞാനിപ്പോ നാട്ടില് ബാങ്കിൽ ജോലി ചെയ്യല്ലേ. അല്ല, നാട്ടുകാരോട് ഞാൻ പറഞ്ഞു മടുത്ത്. 30 വയസ്സും കഴിഞ്ഞില്ലേ. നിനക്കാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൾഫിലാവുമ്പോ തായ്ലാൻഡാരിയോ ഇന്തോനേഷ്യയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കുമല്ലോ. ഇനൊന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. ആരെങ്കിലും കൊണ്ടുവന്നിങ്ങ് വാ. അല്ല, അതിപ്പോ ഞാനെന്ത് പറയാനാ? അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിയും കൊണ്ട് പാർപ്പിക്കാൻ പറ്റിയ വീടല്ലേ എന്റേത്. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതെ, ആയിഷാരാ? ഞാനാ. അപ്പൊ റസാക്ക്? എന്റെ ഹസ്ബൻഡ്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? 6 മാസം മുമ്പ് എന്റെ 60,000 രൂപ കൊണ്ടുപോയതാ. മാസാമാസം കുറച്ച് തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് 1 രൂപ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. ആയിച്ച ഒന്ന് കൂളാവോ, ഒന്ന് പതുക്കെ സംസാരിക്കും. ആണോ? ശരി, ഞാൻ പതുക്കെ സംസാരിക്കാം. ഉച്ചകാലടുത്ത് ഞാൻ കേട്ട് പെണ്ണോണം നോക്കില്ല. ഞാൻ പതുക്കെ സംസാരിക്കണോടി. എന്റെ പൈസയും മേടിച്ചോണ്ട് പോയിട്ട്. ഇത്രയും നല്ല ഫേസ് വെച്ച് നിങ്ങൾക്ക് വില്ലത്രം പൊടിക്കുന്നില്ലാവാ. പെങ്ങളെ, എനിക്ക് പെങ്ങളോടൊരു ദേഷ്യമില്ല. പൈസയുടെ ഇടപാടല്ലേ. ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞിട്ട് അല്ലേ അതിൻ്റെ ഒരു ശരി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പറ്റാവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യാൻ പറയണേ. ശരി പെങ്ങളെ. ഞാൻ പറയാം. ശരി. മോശായിപ്പോയി. ഒരു പെണ്ണിനോടൊക്കെ മോശായിപ്പോയി. നല്ല കുട്ടി. ദാസോ, എന്ത്? അനക്കൊരു 1000 രൂപ വേണം. ഞാൻ ഇന്ന് എന്റെ പരുക്ക് പോകുന്നുണ്ട്, കുറച്ച് സാധനം കൊണ്ടുപോകാനുണ്ട്. എന്നെ കൊണ്ട് വെറുതെ ഇവിടെ ലോൺ അടക്കം കഴിയുന്നില്ലായിട്ട് ഭ്രാന്തായിട്ടുണ്ട് നിനക്ക്. അല്ല മോളെ, നീ പരക്കുമ്പോഴത്തേക്ക് 1000 രൂപന്റെ സാധനം കൊണ്ടുപോകാൻ മാത്രം എന്തുള്ള? നിന്റെ പരക്കല്ലേ പോന്നെ. ഒരു പണി നോക്ക്. പൈസയില്ല, ഒരു അടുപ്പുമില്ല, ഭ്രാന്ത് പിടിച്ചിട്ടുള്ള. നീ കഴിഞ്ഞ കൊല്ലം ഒരു പൊന്ന് വെച്ചിട്ടില്ല എന്നാ, അത് നീ എനിക്ക് എടുത്തി തന്നെ. 1000 അല്ല, 1200. നിനക്ക് ഓട്ടോക്ക് ചാർജ് വേണ്ടേ? ഞാൻ അയക്കും ഗൂഗിൾ പേയില്. തങ്കപ്പെട്ട ഹസ്ബൻഡാവോ? ആ, സംസാരിക്കേണ്ടത് നീയല്ല, ഞാന്. എടി, നീ കേവലൊരു പെണ്ണ്, വെറും പെണ്ണ്. ഞാൻ എടുത്താണ്. ഞാൻ പറയുന്ന നീ കേൾക്കണോ? കേൾക്കില്ലാന്നുണ്ടെങ്കിൽ നിന്റെ തരി. യെസ്, ആരാ? മേഡത്തിനൊന്ന് കാണണോ? മാഡം? മാഡം? ആ, അതെ. ഇവിടെ ആണുങ്ങളാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പെണ്ണുങ്ങളല്ല. കാര്യം പറയും. അല്ല സാറേ, എന്തോന്ന് ഇത്? ഈ മേഡത്തിന് SI സെലക്ഷൻ കിട്ടി. പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? പണ്ട് ഇന്ദിരല്ല, ചെക്കീരല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ബഹുമാനിക്കേണ്ടവള. ഞാൻ പോന്നു സാറേ, ശുഭദിനം. അല്ല മേഡം, എന്നെ ഒറ്റക്കെട്ട്. ശുഭദിനം. ഏത് സമയത്തും മരണം സംഭവിക്കും. കരിമത്ത് തൗഹീദോ മുറുകെ പഠിക്കാം. എന്റെ വാവേ, ഞാന് എന്റെ പരയിൽ തന്നെ എന്റെ ഷൂ എടുത്തോണ്ട് പോന്നാ. ഉപ്പ എന്തിനാക്കുന്ന? എന്റെ മാപ്പിളയില്ലേ, എന്റെ മോന്. ഓനോട് 1000 കുറിച്ചെങ്കിലും ഷൂ വെക്കണ്ട. ഷൂ വെച്ചെങ്കിലും ഉണക്ക മീനെന്ന് വിചാരിച്ചിട്ട് നായി എല്ലാം തിന്നോണ്ട് പോകുന്നു. ഓനെത്ര 2 ഷൂ അങ്ങ് മോശമില്ല, ബേജാറില്ല. നീ ഒരു ഷൂനെ കൊണ്ടിട്ട് ഒരു ഷൂനെ ബാക്കി വെക്കുന്ന എത്ര പെൻസിൽ ബേജാറാന്ന് അറിയോ? നല്ല വെയിലുണ്ട്, ഉള്ളിൽ വന്നിട്ട് മുണ്ടിക്കൊണ്ടിരിക്കാ. വരി. നീ പോ, ഞാൻ വരുന്നേ. അവള് വന്നേ പിന്നെ ഈ ചെക്കൻ വെടക്കായത് മുട്ടാലാമറ്റ് വെച്ചിട്ടുണ്ടാവും. പിന്നെ നിന്റെ ഇപ്പൊന്ന് കെട്ടിട്ടാകുമ്പോ എന്നെ മെൻസന്മാർ വെടക്കാന്ന്. ആലാമത്ത് നായ്ക്കേരി ബസം വെക്കുന്ന തന്നെ സെല്ലാണത്തില്ല. പോ
എന്ത് മൂപ്പിട്ടനെ 5-6 കിലോ വില എത്രയാണെന്ന് അറിയോ നിനക്ക്? ഏട് നീ കഞ്ഞി കാക്കാനെ കിട്ടിനാ മോളെന്താ ചെല്ലിയാ? ആ റഹ്മാനായ റബ്ബ് 200. രിച്ചു, ഞാൻ എത്തിയെന്നില്ല, അല്ല ഞാൻ ഇല്ലാന്നില്ല. പുറത്തു ഇത് വണ്ടിയിൽ തന്നെ വന്നിട്ടില്ല. എന്നിട്ടാ അത് ഞാൻ ഷൂ ബേക്കാൻ സ്റ്റാൻഡ് ഓർഡർ ആക്കിനെ ഉപ്പ. എന്റെ മെരിയോളന്നില്ലെങ്കിൽ നീ എന്നാ അതെ, നീ വന്നേ പിന്നെ ഈ വീട്ടിലേക്ക് റഹ്മത്ത് ബർക്കത്ത് എല്ലാം വന്നിട്ടത്. അതിനെ എടുത്തിട്ട് വെക്കാം എല്ലാവരോട്. അത് ചങ്ങായിമാരെ, 10 വർഷത്തെ വാറന്റിയോട് കൂടി ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷൂ റാക്കാണ് ഷൂഡന്റിന്റേത്. 2 മുതൽ 5 റാക്ക് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഈ 3 എണ്ണമാണ് ഇതിന്റെ കളർ വരുന്നത്. ഓർഡർ ചെയ്ത് 3 ദിവസത്തിനകം അവര് തന്നെ ഡെലിവറിയും കൂടി ചെയ്യുന്നുണ്ട്. കൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലും എവിടെയാണെങ്കിലും ഇത് ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങളും ഷൂ റാക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും. അപ്പൊ ചങ്ങായിമാരെ ഇതരാ എനിക്ക് ചെല്ലാറി പരസ്യം ഇത്ര നേരം കണ്ടന്റ് തന്നെ വെച്ചിട്ട് ഓടിക്കൊണ്ടുള്ള ഞാൻ ചെല്ലണേ മാറ്. ഇയാളിത് ഏകദേശം മാറ. നിങ്ങളെ മക്കളെ ഷൂ എല്ലാം ഉള്ളിൽ ഇരുള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് മലാമത്ത് ഇങ്ങനെ ഒരു പന്താക്കിയിട്ട് താക്കോലിനെടുത്തോണ്ട് ഒരു പോക്ക് പോയതാ. ഒരു നായിന്റെ ഉപ്പത്തിലുണ്ടാവില്ല. ഷൂ നല്ല ആമാട പോലെ നിന്നിറും. എവിടേക്ക് പോന്ന മോനെ? വെറുതല്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കാലോ. എന്നിട്ട് എവിടെ പോരാളികള്? അടിയടി സന്തോഷം. ഇതൊക്കെ എന്ന് മാറാ എന്താ ഉള്ളതല്ല എന്താ ഉദാസ്, നീ ഒരു ആണത്തുള്ള തന്നെ. എന്ത് ചെല്ലിങ്ങു നീ സ്നേഹിച്ച പെണ്ണിനെ എന്നെ ഒളിച്ചോടിട്ട് കെട്ടിക്കൊണ്ട് വന്നിനല്ലേ? ഏത് സ്നേഹിച്ച പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടുന്നോ? ആണത്തുള്ള അല്ല, ഇതുപോലത്തെ തന്നെ സഹിച്ചിട്ട് ഒളിച്ചോടാൻ പറ്റാതെ പിന്നെയും നിൽക്കുന്നില്ലേ, അവമാണ്. വണക്കം. വണക്കം വണക്കം. റിജു സർബത്ത് കൊണ്ടുവാ. ഇത് പെണ്ണാ? കണ്ടിട്ട് എന്ത് തോന്നുന്ന? അതല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇതാണ്. പെണ്ണ് നോക്കാൻ വരുമ്പോ ചെക്കല്ലേ പറഞ്ഞത്, ചെക്കൻ്റെ ഇച്ചെന്നിന് വന്നിന. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ പെണ്ണ് നോക്കുമ്പോഴത്തേക്ക് പെണ്ണിന്റെ ഉപ്പാവും കാരണവന്മാരല്ലേ വന്നിട്ടിരിക്കണ്ടേ? ഇതിപ്പോ ഉമ്മല്ലേ വന്നിട്ടുള്ള. അപ്പൊ ലോജിക്കലി കറക്റ്റ്. പിന്നെ ഇത് എന്റെ സ്ക്രിപ്റ്റ്, കൂടുതൽ ഡെക്കറേഷൻ ഡയലോഗ് ഒന്ന് കയ്യിൽ നിന്ന് കുത്തിയിട്ടിടണ്ട, ക്യാരക്ടർ പോവും. ഓക്കെന്ത് കട്ടിങ്ങാ പാടി? അല്ല എന്താ തുപ്പിക്കൊണ്ടിട്ട് തെറിക്കുന്നതാ. പിന്നെ എന്റെ മോക്ക് കറി എന്ത് വെക്കാൻ അറിയാല. എല്ലാ ചെക്കൻ എന്നെ ഫുഡ് ആക്കേണ്ടി വരും. അതിന് പേടിക്കണ്ട, എന്റെ അനിയന് പണിയെടുത്തിട്ട് സമ്പാദിക്കാനും അറിയില്ല, ഓള് വേണം നോക്കാൻ. എന്ത് എക്സ്പ്രഷൻ വരുന്നില്ലേ? ആ കറ്റ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത റീൽ പോയിക്കോളി. പോയി. ഹലോ, ആ എന്തിനാ? ആരുണ്ട് ഉദാസു? ഞാനിത് ടൗണിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, വരുമ്പോ ഒരു ഫ്ലവർ എല്ലാം എടുക്കാം. എടുക്ക. വന്നാ ഫ്ലവർ എടുത്തു. ഫ്ലവർ അല്ല, ഗോപി മഞ്ചൂരി അടിക്കാൻ ഇതല്ലേ ബെസ്റ്റ്.